യേശുവിൻ്റെ ശരീരത്തിൽ മുള്ളുകൾ വീഴുമ്പോഴും, അവൻ്റെ തലയിൽ വിഷമുള്ളു പതിക്കുമ്പോഴും, അവൻ്റെ മുഖം രോമം പിച്ചിപ്പറിക്കുമ്പോൾ അവിടുത്തെ മാംസം കൂടെ ഇളകിപ്പോകുമ്പോൾ അവിടെ കുഴിവുണ്ടായിട്ട് ആ കുഴിവിനകത്ത് ഇവർ കാർക്കിച്ച് തുപ്പുമ്പോൾ ആ തുപ്പലും കഫവും രക്തവും ഒരുമിച്ച് ഒലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് വീഴുമ്പോഴും യേശു അപ്പം മൗനമായിരുന്നു. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ഐഹികമായിരുന്നെങ്കിൽ എൻ്റെ സേവകരെ കൊണ്ട് ഇവരെ എന്ത് ചെയ്യാമായിരുന്നു? നശിപ്പിക്കാമായിരുന്നു. വായിച്ചിട്ടില്ലേ? പക്ഷെ എൻ്റെ രാജ്യം ഐഹികമല്ല. സ്തോത്രം പറഞ്ഞ്, എൻ്റെ രാജ്യം സ്വർഗീയമാണ്. അതുകൊണ്ട് എനിക്ക് മൗനമായിരിക്കണം. കാരണം എന്നെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഇഷ്ടം നിറവേറണം. എന്താ പിതാവിൻ്റെ ഇഷ്ടം? തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്താ? പുത്രനെ കുറിച്ച് ഗതസമനയിൽ കയറുന്നതിന് മുമ്പ് ഈ ഒലിവുമലയിൽ വെച്ച് യേശു കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ചിന്തിക്കുന്നത്. കഴിയുമെങ്കിൽ ഇത് നീക്കണം. പിതാവിൻ്റെ അധികാരത്തെ യേശു ചോദ്യം ചെയ്യല്ല. നിനക്ക് കഴിയുമെങ്കിൽ എന്നെ വിടുവിക്കണം, ചോദ്യം ചെയ്യല്ല. കർത്താവ് പുത്രൻ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുകയാ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. ഒരാമൻ പറഞ്ഞ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം. എൻ്റെ പ്രിയപ്പെട്ടോട് ഞാൻ പറയാ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാൻ ക്രൂശിക്കപ്പെടുന്ന കർത്താവ് ക്രൂശിൽ കയറിയിട്ട് പോലും ഇവരോട് പ്രത്യുത്തരം ചെയ്തില്ല. പകരം യേശു പറഞ്ഞത്, പിതാവേ, ഇവരോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണമേ.